ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ ചെറുതാക്കി മുറിച്ചെടുത്തത്, 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 9 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 4 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, 4 വറ്റൽമുളക്, 3 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 4 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി ഈ ഓയിലിലേക്ക് മുമ്പ് മസാല തിരുമ്മി വെച്ച ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് 1 മിനിറ്റ് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി, സവോള, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവോള നല്ല ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും 1/4 കപ്പ് ചൂടുവെള്ളവും ചേർക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ മുമ്പ് വറുത്ത് വെച്ച ചിക്കൻ ഈ മസാലയിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഗ്രേവി ചിക്കനിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പ് വറുത്ത് വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ടേസ്റ്റി ചിക്കൻ കൊണ്ടാട്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ.